ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഷികാസ് വേൾഡ് മലയാളം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവധി ആയതുകൊണ്ട് എനിക്കൊരു വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഇത് വളരെ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്ത് ചോദിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ കരുതി അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് മീഷോ ആപ്പ് മാത്രമാണ് കേട്ടോ. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ അടിപൊളിയായിട്ട് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു ഇൻകം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ മീഷോൻ്റെ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മൊബൈലിലാണ് നമ്മൾ മീഷോ ആപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ സെയിൽ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് മീഷോയിൽ കാണാൻ പറ്റും. അതിൽ നന്നായിട്ട് റിവ്യൂ ഉള്ളതും, നിങ്ങളിപ്പോൾ ക്ലോത്തിങ് ആണെങ്കിൽ ക്ലോത്തിങ്ങിൽ തന്നെ നല്ല റിവ്യൂ ഉള്ളത്, അല്ലെങ്കിൽ ജ്വല്ലറി ആണെങ്കിൽ ജ്വല്ലറിയിൽ തന്നെ നല്ല റിവ്യൂ ഉള്ളത് നോക്കി സെലക്ട് ചെയ്യുക. ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ വാങ്ങിച്ചത് സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഇതേ ഈ 199 രൂപയുടെ ഒരു ഇയറിങ്സിൻ്റെ കണ്ടു. ഇത്രയും സെറ്റ് 6 കോമ്പോസ് ആണല്ലോ വരുന്നത്. ഞാൻ അതിൻ്റെ റിവ്യൂസ് നോക്കുമ്പം 5 സ്റ്റാർസാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത്. 620 പ്രോഡക്ട്സോളം സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊഡക്റ്റ് സെലക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ളത് ചെയ്യുക. അപ്പോഴേ നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഷെയർ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആർ യു റീസെല്ലിംഗ് ദിസ് പ്രോഡക്റ്റ് എന്ന് കാണിക്കും. അപ്പോൾ അവിടെ നമ്മൾ എസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ ഫോട്ടോസ് ഡൗൺലോഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും കേട്ടോ. അപ്പോൾ അവിടെ ഡൗൺലോഡ് ഫോട്ടോസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് ഡയറക്റ്റായിട്ട് നമ്മുടെ ഗാലറിക്ക് ഡൗൺലോഡായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇവിടെ നിന്ന് ഷെയർ കൊടുക്കരുത്. ഇവിടെ നിന്ന് ഷെയർ കൊടുക്കുകയാണ് വാട്സാപ്പിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ ഷെയർ കൊടുക്കുകയാണെങ്കിൽ ഇത് മീഷോൻ്റെ ലിങ്ക് ഉൾപ്പെടെയാണ് കേട്ടോ അവർ ഷെയർ ആവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർ അതിൽ തൊടുകയാണെങ്കിൽ നമുക്ക് മീഷോൻ്റെ സൈറ്റിലേക്ക് അവർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളിവിടെ ചെയ്യുന്നത് റീസെല്ലിംഗ് ആണ്. അപ്പോൾ ആർ യു റീസെല്ലിംഗ് ദിസ് പ്രോഡക്റ്റിൽ നമ്മൾ എസ് കൊടുത്തിട്ട് ഇനിയിപ്പോൾ വാട്സാപ്പിലാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണമെങ്കിൽ വാട്സാപ്പിലേക്ക് പോവുക. വാട്സാപ്പിൽ പോയതിന് ശേഷം നമുക്ക് ആർക്കൈവ് സ്റ്റാറ്റസ് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റാറ്റസ് വയ്ക്കുന്നില്ല, ഒരു ഫ്രണ്ടിനെ അയച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് സെലക്ട് ചെയ്യുക. അവർ സെലക്ട് ചെയ്തതിന് ശേഷം ആ പിക്ചർ അവിടെ വരും. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റണം കേട്ടോ, ഡിലീറ്റ് ചെയ്യണേ. കാരണം അത് മീഷോ പ്രോഡക്റ്റ് ആണെന്ന് അറിയാതിരിക്കാനാണ്. അതിൽ അത്യാവശ്യം ഡിസ്പാച്ച് ഡേറ്റും പിന്നെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസൊക്കെ കളയണ്ട, അതൊക്കെ ഇരുന്നോട്ടെ. ആ ഒരു ഡീറ്റെയിൽസ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിക്ക് തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് സോഷ്യൽ അക്കൗണ്ട്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത്ര മാത്രം ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഡയറക്റ്റായിട്ട് ഷെയർ ചെയ്ത് അത് മീഷോ അക്കൗണ്ടിലേക്ക് പോകും കേട്ടോ. ബാക്ക് എടുക്കണമെങ്കിൽ അടുത്ത് നമുക്ക് റെഡി ആവുന്നത് ഡിസ്ക്രിപ്ഷനാണ്. ഒരിക്കലും ഡിസ്ക്രിപ്ഷൻ ഷെയർ ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ബാക്കിലോട്ട് പോവാം. ഇനിയിപ്പോൾ കസ്റ്റമർ ഓക്കെ പറഞ്ഞു ഇത് ബൈ ചെയ്യാൻ കസ്റ്റമർ വില്ലിങ് ആണെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ബൈ നോ കൊടുക്കുക കേട്ടോ. ബൈ നോ ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ കസ്റ്റമർക്ക് ഇത് റീസെയിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ബൈ നോ കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ അഡ്രസ്സൊക്കെ നമ്മൾ ഉണ്ടാവുമല്ലോ, അവിടെ ഉണ്ടാവും. അവിടെ നമ്മൾ ചേഞ്ച് എന്ന് കൊടുത്തിട്ട് ആഡ് ന്യൂ അഡ്രസ്സ് കൊടുക്കുക കേട്ടോ. അതായത് കസ്റ്റമറിൻ്റെ പേര്, കസ്റ്റമറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുക. ഇവിടെ അടിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് കസ്റ്റമർക്ക് ഈ പ്രോഡക്റ്റ് പോയി എത്തുക കേട്ടോ. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഗെറ്റിംഗ് യുവർ ലൊക്കേഷൻ മറ്റേ ഓട്ടോമാറ്റിക്കലി ലൊക്കേഷൻ അത് സെർച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും സ്റ്റേറ്റ്, ഹൗസ് നമ്പർ ഇതൊക്കെ അവരുടെ അടുത്ത് ചോദിച്ച് വാങ്ങിച്ചിട്ട് അവിടെ സേവ് ചെയ്ത് വെക്കുക അഡ്രസ്സ്. ശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ പേയ്മെൻറ്റിന് മെത്തേഡ് വരും കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ ഗൂഗിൾ പേ, അങ്ങനെ ഒരുപാട് നമ്മൾ എപ്പോഴും കാണുന്ന പോലെ. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾ വരികയാണെങ്കിൽ റീസെല്ലിംഗ് ദ ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇതുവരെയ്ക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്. അതുവഴിയാണ് നമ്മളിത് റീസെയിൽ ചെയ്യുന്നത് കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ക്ലിക്ക് ഓൺ എസ് ടു ആഡ് മാർജിൻ എന്ന് കാണും. ഇവിടെ എസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപയാണ് നമ്മുടെ മാർജിൻ, അതായത് നമ്മുടെ ലാഭം. അപ്പോൾ 199 രൂപയുടെ സാധനമാണ്. അപ്പോൾ നമ്മളിവിടെ എത്ര രൂപ മാർജിനായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 199 രൂപയുടെ സാധനം ഞാൻ 250 രൂപയ്ക്ക് സെയിൽ ചെയ്യണം. അപ്പോൾ യുവർ മാർജിൻ 51 റുപ്പീസ് ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് എൻ്റെ മാർജിൻ 51 ആണ് കേട്ടോ. ആ 51 റുപ്പീസ് നമുക്ക് എന്നാണോ കസ്റ്റമർക്ക് ഇത് ഡെലിവറി ആവുക ആഫ്റ്റർ റിട്ടേൺ പീരീഡ് ഈ ഒരു 51 റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും കേട്ടോ. ഇനിയിപ്പോൾ 300 രൂപ ഞാൻ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ 101 രൂപ നമ്മുടെ മാർജിനായിട്ട് വരും കേട്ടോ. ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു രീതിക്ക് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കസ്റ്റമർ റിട്ടേൺ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ 250 തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കിൽ 6 കമ്മലാണുള്ളത്. അതിനൊരു 50 റുപ്പീസ് വെച്ച് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഐ എം ഓക്കെ. അപ്പോൾ ഞാനത് 50 റുപ്പീസിന് തന്നെ കൊടുത്തിട്ട് നമ്മൾ കസ്റ്റമർ എങ്ങനെയാണോ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെലിവറി ആയതിനു ശേഷം നമുക്ക് കിട്ടും കേട്ടോ. അല്ല അവർ നിങ്ങൾക്ക് പേ ചെയ്യുകയാണെങ്കിൽ പേ ചെയ്തതിന് നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾ എടുത്തതിന് ശേഷം
അല്ല പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ പേ ചെയ്യുക. നിങ്ങൾ ₹250 നിങ്ങൾ പേ ചെയ്തിട്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ₹250 നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ കസ്റ്റമർക്ക് ബില്ല് പോകുമ്പോഴും അതിലും ₹250 തന്നെ ആയിരിക്കും ഇൻവോയ്സ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ വരില്ല. കസ്റ്റമറിൽ നിന്ന് കാശ് വാങ്ങിച്ചാലും നിങ്ങൾ ഈ ഒരു ₹250 തന്നെ നിങ്ങൾ പേ ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേസ് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് പ്ലേസ് ആകും കേട്ടോ. പിന്നെ കുറേ പേർക്ക് എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിൽ ഇത് കയറുക എന്നുള്ള ഡൗട്ട് ഉണ്ടാകും. അത് നമ്മുടെ അക്കൗണ്ടിൽ പോയാൽ നമുക്ക് അവിടെ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും. അവിടെ ആഡ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാങ്കുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഫോൺ നമ്പർ അതിൽ വരും കേട്ടോ. അത് നമ്മൾ OTP അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് UPI ഡീറ്റെയിൽസ്, അതിലും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, അവിടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഓട്ടോമാറ്റിക്കലി OTP വരും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ആഡ് ആവുന്നതാണ് കേട്ടോ. വൺസ് ഡെലിവറി ആയതിനു ശേഷം 7 ഡേയ്സിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് കയറുന്നതായിരിക്കും. അപ്പോൾ ഇത് ഈസിയസ്റ്റ് വേ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.